എത്തിയിരിക്കുകയാണ്. ആര്യന്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അനീഷിനും വന്നിട്ടുള്ളത്. എന്നിട്ടെല്ലാം എൻ്റെ ഒരു തമാശയായിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ അനു തന്നെ സംബന്ധിച്ചിരിക്കുകയാണ്. അനു പറയുന്ന കാര്യങ്ങൾ ഇതാണ്, കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വണ്ടറടിച്ച് പോകും. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അനീഷിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അനീഷ് റോസാപ്പൂവായിട്ട് വരാന്ന് പറഞ്ഞത് 27-ാം തീയതി. അതെന്ത് പൂവായിരുന്നു? റോസാപ്പൂ അല്ലേ? അയ്യേ, അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവിടെ ആദിലയും നൂറയും ചോദിക്കുന്നുണ്ട്. എനിക്ക് അപ്പൊ ഇതൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ഇത് കണക്ട് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഭ്രാന്താകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് മാത്രമല്ല, അനുമോളും പല രീതിയിൽ തന്നെയുള്ള ലവ് ലാംഗ്വേജസ് കാണിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ അനു തന്നെ ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ അനീഷേട്ടൻ അന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എന്നോട് ഇത് എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആലോചിക്കുന്ന സമയത്തായിരുന്നു അതൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഉമ്മ കൊടുക്കുന്നു, അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ പല രീതിയിലുള്ള ക്യൂട്ട് എക്സ്പ്രഷൻസ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ഇത്തരം സാധനങ്ങൾ ഇപ്പൊ ലൈവിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദില എന്നുള്ള രീതിയിൽ പറയുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ പെണ്ണൊക്കെ കാണാൻ പോയില്ലേ, അപ്പൊ പോയി കഴിഞ്ഞ് പതിയെ ചായ കൊണ്ടുവന്നിട്ട് ഞാൻ കാലൊക്കെ ഇട്ട് ഇങ്ങനെ കളം വരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അനീഷേട്ടന്റെ മുമ്പിലിരുന്ന്. അതെല്ലാം പുള്ളിക്കാരൻ അങ്ങ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നീ വരണ്ട